വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള സ്പെയിനിലെ ബാസ് പ്രവിശ്യയിലെ ഒരു പ്രഭു കുടുംബത്തിൽ നിന്നുള്ള മാടമ്പിയും പുരോഹിതനും ദൈവശാസ്ത്രജ്ഞനും കത്തോലിക്ക സന്യാസ സമൂഹമായ ഈശോ സഭയുടെ സ്ഥാപകനുമാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള, അല്ലെങ്കിൽ ലയോളയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്. 1491 ജൂലൈ 31 അദ്ദേഹത്തിന്റെ ജന്മം. സ്പെയിനിലെ സ്പിനിക്സ് പർവ്വതത്തിന്റെ പാർശ്വത്തിൽ ലയോള എന്ന മാളികയിൽ കുലീന മാതാപിതാക്കളിൽ നിന്നാണ് അദ്ദേഹം ജനിച്ചത്. ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനുള്ള ശിക്ഷണത്തിലാണ് ഫെർഡിനൻഡ് അഞ്ചാമൻ രാജാവിന്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചത്. ഫാംഫലോണി യുദ്ധത്തിൽ വെടിയുണ്ട് തറച്ച് തന്റെ ഇരുകാലുകൾക്കും മുറിവേറ്റു. അതിനെ തുടർന്ന് ദീർഘകാലം ആശുപത്രിയിൽ കിടക്കാനുമിടയായി. തത്സമയം ക്രിസ്തുവിൻ്റെയും വിശുദ്ധരുടെയും ജീവചരിത്രം അദ്ദേഹം ധ്യാനപൂർവ്വം വായിക്കാനിടയായി. ഇഗ്നേഷ്യസ് തന്നോട് തന്നെ ചോദിച്ചു, അവനൊരു പുണ്യവാനും അവൾക്കൊരു പുണ്യവതിയും വാങ്ങാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കൊരു പുണ്യവാനായിക്കൂടാ? പിന്നീട് ദൈവമാതൃ സ്വരൂപത്തിന്റെ മുൻപിൽ പോയി മുട്ടുകുത്തി അദ്ദേഹം പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ സേവനത്തിനും മറിയത്തിന്റെ സംരക്ഷണയിലും അദ്ദേഹത്തെ തന്നെ ഒഴിഞ്ഞുവെച്ചു. ഉടനടി ഇഗ്നേഷ്യസ് മോണ്ട്സെറാറ്റ് ബെനഡിക്റ്റൻ ആശ്രമത്തിൽ പോയി കുറെ നാൾ താമസിച്ചു. അവിടെ ഉപവാസവും പ്രാർത്ഥനയുമായി 1 വർഷം താമസിച്ചു. അതിനുശേഷം അവിടെ വെച്ചാണ് തൻ്റെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ എന്ന ഗ്രന്ഥം എഴുതിയത്. 2 പ്രാവശ്യം അദ്ദേഹത്തെ പാഷണ്ടി എന്ന് സംശയിച്ച് ജയിലിലടച്ചു. തൻ്റെ 33-ാമത്തെ വയസ്സിൽ ഫ്രാൻസിസ് സേവറും ഇഗ്നേഷ്യസും ഉൾപ്പെടെ 7 പേർ കന്യാവ്രതത്തിലും ദാരിദ്ര്യത്തിലും അനുസരണയിലും ജീവിച്ചുകൊള്ളാമെന്ന് വ്രതമെടുത്തു. 1556 ജൂലൈ 31 വിശുദ്ധൻ മരണമടഞ്ഞത്. 1622 മാർച്ച് 12 അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. 1922 ആധ്യാത്മികാഭ്യാസങ്ങളുടെയും ധ്യാനങ്ങളുടെയും മധ്യസ്ഥനായി 9-ാം പീയൂസ് മാർപ്പാപ്പ അദ്ദേഹത്തെ പ്രഖ്യാപിച്ചു. നമുക്കെല്ലാവർക്കും വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. ജയ് ക്രൈസ്റ്റ്.